ഉടൻ നടപടി, നിമിഷങ്ങൾക്കകം നടപടി, മുഖം നോക്കാതെ നടപടി, കർക്കശ നടപടി, ലോകത്താർക്കും കൈക്കൊള്ളാനാവാത്ത നടപടി എന്നിങ്ങനെ ഒരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വന്തം പിതാവിനെ പോലെ കരുതി ആദരിച്ചിരുന്ന ചലച്ചിത്ര താരം 3.5 വർഷം മുമ്പേ ഈ പിതൃതുല്യനോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉടൻ നടപടിയും നിമിഷങ്ങൾക്കകം നടപടിയും മുഖം നോക്കാതെ ഒരു നടപടിയും ലോകത്താരും കൈക്കൊള്ളാത്ത നടപടിയും ഒന്നും തന്നെ ഉണ്ടായില്ല. സ്വന്തം മകനെ പോലെ ഹൃദയഭാജനമായി കൊണ്ടു നടന്ന ഒരാൾക്കെതിരെ മകളെ പോലെ കരുതുന്ന ഒരാൾ പരാതി പറഞ്ഞാൽ ഉടൻ നടപടി എടുക്കണമെങ്കിൽ ഏതൊരു പിതൃതുല്യനും കഠിന ഹൃദയമുള്ളവൻ തന്നെയായിരിക്കണം. വി.ഡി. സതീശന്റേത് അതിലോല ഹൃദയമായതുകൊണ്ട് തന്നെ അതിന് സാധിച്ചതുമില്ല. 3.5 വർഷത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും മുൻപിൽ ചലച്ചിത്ര താരം പ്രത്യക്ഷപ്പെട്ട് കഥ പറഞ്ഞപ്പോൾ ഈ പറയുന്ന പിതൃതുല്യനും ഹൃദയഭാജനവും സതീശന്റെ ഹൃദയ നാഡികളിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പകരം നടി പ്രിയ പുത്രിയും ഹൃദയഭാജനവുമായി. പിന്നാലെ ശബ്ദരേഖകളുടെ പ്രവാഹമായിരുന്നു, പ്രലോഭനങ്ങളുടെ മധുര ഗാനങ്ങൾ, ഭീഷണിയുടെ പ്രചണ്ഡ പ്രവാഹം. ഉടൻ നടപടിയുമായി കോൺഗ്രസുകാരും കോൺഗ്രസുകാരല്ലാത്തവരും രാഹുൽ വാഴ്ത്തുപാട്ടുകാരും രാപ്പകലില്ലാതെ നിദ്രാവീഹനരായി കണ്ണു തുറന്നും കാതുകൂർപ്പിച്ചും കാത്തിരിക്കുകയായിരുന്നു. AICC ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലക്കാരനുമായ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും പാവമായ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും യൂത്തന്മാരും ഉടൻ നടപടിയും MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കലും ഒക്കെ പറയാതെ പറയുകയും ചെയ്തു. പക്ഷെ ഉടൻ മാത്രം വന്നതേയില്ല. ഒടുവിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കയറിക്കൂടിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി പുല്ലുപോലെ വലിച്ചെറിയുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വമോ യൂത്ത് കോൺഗ്രസ് നേതൃത്വമോ പറഞ്ഞത് കൊണ്ടല്ല, തന്റെ അനുയായികളും അനുചരന്മാരും തനിക്ക് വേണ്ടി ജയ് വിളിച്ചും മുദ്രാവാക്യം വിളിച്ചും കണ്ടങ്ങൾ പൊട്ടിപ്പോകാതിരിക്കുവാനാണ് എന്നാണ് മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഭിനന്ദന പ്രവാഹങ്ങളുമായി അനുയായികൾ സൈബർ സെല്ലുകളിൽ ആർമാദിക്കുകയായിരുന്നു. മഹിളാ നേതാക്കളായ ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണനും പരസ്യമായി പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞാൽ മാത്രം പോരാ, MLA പദവി രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി വീട്ടിലിരിക്കണം എന്നാണ്. പിന്നാലെ സൈബർ ഇടങ്ങളിൽ ഭരണിപ്പാട്ടാവുകയായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ തെറി അഭിഷേക ചാർത്തലുകൾ. വേദിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റപ്പോൾ ചത്താൽ മതിയായിരുന്നു ഉമാ തോമസ് എന്ന് വരെ സൈബർ വെട്ടിക്കുളു കൂട്ടങ്ങൾ ആക്രോശിക്കുകയായിരുന്നു. സഹപ്രവർത്തകരായ പെൺകുട്ടികൾ രാഹുലന്മാരുടെ പീഡന ചൈത്ര യാത്രകൾ വെളിപ്പെടുത്തിയപ്പോൾ അവർക്കും തെറി അഭിഷേകം തന്നെയായിരുന്നു ഫലം. വൈകാതെ വന്നു അച്ചടക്കത്തിന്റെ മൂർച്ചയേറിയ മിന്നുന്ന വാൾ. കോൺഗ്രസിന്റെ 4 മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. മറ്റേത് പാർട്ടിക്ക് കഴിയും എന്നുള്ള ഒരു ഉഗ്രൻ ചോദ്യവും ഉയർത്തി. പാർട്ടി കുടുംബത്തിലെ മുതിർന്നവരെയും ഇളമുറക്കാരെയും സമത്വ ബോധത്തോടെ പീഡിപ്പിച്ച പരാതികൾ പതിയെ പുറത്തു വന്നു. ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പരാതികൾ പരസ്യമാകുന്നതിന് മുമ്പ് തന്നെ ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ച വ്യക്തി പരാതികൾ പരസ്യമായപ്പോഴും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നീങ്ങിയപ്പോഴും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയപ്പോഴും ഹൂ കെയേഴ്സ് എന്ന് KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും K മുരളീധരനെയും സണ്ണി ജോസഫിനെയും അടൂർ പ്രകാശിനെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും നോക്കി ചോദിക്കുക തന്നെയായിരുന്നു. ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞ ഹൃദയവേദനയോടെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA പദവി രാജിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശുഭിതനാവുകയാണ് പതിവ്. പൊട്ടിത്തെറിക്കുകയാണ്. ഞാനാണ് പ്രതിപക്ഷം, ഞാനാണ് UDF ശില്പി എന്ന് അഹങ്കരിച്ച് നടന്ന ഒട്ടേറെ ഹൃദയഭാജനങ്ങളെ മാറിലേറ്റിയ വി.ഡി. സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പൊളിയമ്പുകൾക്ക് മുൻപിൽ പുളയുകയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും രാഹുലിന്റെയും ഷാഫിയുടെയും രക്ഷകരായി ഗ്രൂപ്പ് സമവാക്യങ്ങൾ അട്ടിമറിച്ചു. നിരായുധനായി സ്ഥലജല വിഭ്രാന്തി പിടിപ്പെട്ട വി.ഡി. സതീശൻ കൊടിയ ബോംബ് വർഷ ഭീഷണിയുമായി രംഗത്തും വന്നു. അവിടെയും ഉടൻ ഉണ്ടായിരുന്നു. പക്ഷെ കാത്തിരുന്നവരുടെ മുമ്പിൽ ഒരു നനഞ്ഞ പടക്കം പോലും ഇല്ല എന്ന് വ്യക്തമാക്കി കഴിയുകയും ചെയ്തു. നിലവിട്ടാൽ നിലവിളി മാത്രമല്ല, വിഭ്രാന്തി മൂത്ത് മത്തുപിടിക്കുമെന്ന് സതീശൻ ഭാവഹാവാദികളിലൂടെ തെളിയിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 21-ന് ട്രാൻസ്ജെൻഡർ ഉന്നയിച്ച പരാതിയെക്കുറിച്ച് ഓഗസ്റ്റ് 1-ന് വന്ന ശബ്ദരേഖ പുറത്തുവിട്ട് താൻ ഹരിചന്ദ്രനാണ് എന്ന് സ്ഥാപിക്കുവാൻ പാടുപെട്ട പടക്കുതിര ഗർഭചിത്രത്തെ കുറിച്ചോ കൊന്നു തള്ളാൻ ഒരു നിമിഷം വേണ്ട എന്നുള്ള ധാർഷ്ട്യം പ്രകടിപ്പിച്ചതിനെ കുറിച്ചോ ഒന്നും പറയാതെ വീട്ടിനുള്ളിൽ കയറി ഒളിക്കുകയായിരുന്നു. പിന്നീട് MLA ബോർഡ് വെച്ച് കാറിൽ 11 മണിക്കൂർ കറങ്ങി താൻ ഇപ്പോഴും MLA തന്നെയാണ് എന്നുള്ള ഒരു സന്ദേശം പിന്നിൽ നിന്ന് കുത്തിയ സ്തുതി പാഠകർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഷാഫി പറമ്പിൽ വടകരയിൽ ചെന്ന് നാടകം അവതരിപ്പിക്കുകയും ചെയ്തു. നയന സാനിയെ മറന്നു. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവായിരുന്ന നയന സാനിയെ ഒപ്പം പാർപ്പിച്ചതിന് ശേഷം തന്തൂരി അടുപ്പിലിട്ട് ചുട്ടുകരിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ സുശീൽ കുമാറിനെ ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടന്മാർക്ക് എന്തുകൊണ്ട് ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചുകൂടാ? കറുത്ത രാവുകൾ മാത്രമല്ല, കറുത്ത പ്രഭാതങ്ങളും കറുത്ത നട്ടുച്ചകളും സൃഷ്ടിക്കുക തന്നെയാണ് നവകാല ഹൂ കെയേഴ്സ് കോൺഗ്രസ്സുകാർ.